ഹായ്. അപ്പോൾ നമ്മൾ അടുത്ത പുതിയ SCERT പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പ് എടുത്ത ക്ലാസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ന്യൂ SCERT ചാപ്റ്റേഴ്സ് എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇനി വരുന്ന ക്ലാസ്സുകളും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഭക്ഷണവും മനുഷ്യനും എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാമൂഹ്യശാസ്ത്രം 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് ഭക്ഷണവും മനുഷ്യനും. ആദ്യത്തെ പോയിന്റ് നോക്കാം. ഇലകൾ, പഴങ്ങൾ, വേരുകൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ, മാംസം എന്നിവയായിരുന്നു ആദിമകാലത്ത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ ഭക്ഷണം. ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. കാണാതെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ഇലകൾ, പഴങ്ങൾ, വേരുകൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ, മാംസം എന്നിവയായിരുന്നു ആദിമകാലത്ത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ ഭക്ഷണം. ആദിമ മനുഷ്യന്റെ ഭക്ഷണ സമ്പാദനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. ശരിയാണ്, മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. ഭക്ഷണം ശേഖരിച്ചിരുന്നു. മത്സ്യം ഭക്ഷിച്ചിരുന്നു. പ്രത്യേകതരം ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ ഭക്ഷണം വേവിച്ചു കഴിക്കാൻ തുടങ്ങി. കാട്ടുതീയിൽപ്പെട്ട ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണേ. കാട്ടുതീയിൽപ്പെട്ട ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. ഓക്കെ, അന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രം നേടിയിരുന്ന ആദിമ മനുഷ്യൻ പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്തി. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അടുത്ത പോയിന്റ് നോക്കാം. ആദിമ മനുഷ്യനെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്, ജനസംഖ്യ വർധനവ്. ജനസംഖ്യ വർദ്ധിച്ചാൽ എന്താവും? സ്വാഭാവികമായിട്ടും ഭക്ഷണം ലഭിക്കുന്നത് കുറയും. പരിസ്ഥിതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്? ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്, ജനസംഖ്യ വർധനവ്, അതുപോലെ തന്നെ പരിസ്ഥിതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്നിവയാണ് ആദിമ മനുഷ്യനെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയതുമായ മൃഗം. ശ്രദ്ധിച്ചു പഠിക്കണം. മനുഷ്യനോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയതുമായ മൃഗമാണ് നായ. ഓക്കെ, നായാണ് ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗം. എന്നാൽ ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ ആട്, ചെമ്മരിയാട് എന്നിവയാണ്. ഏതൊക്കെയാണ്? ആട്, ചെമ്മരിയാട്. ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യൻ ഇണക്കി വളർത്തിയ മൃഗങ്ങളാണ് ആട്, ചെമ്മരിയാട്. എന്നാൽ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയതുമായ മൃഗം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അത് നായയാണ്. ഓക്കെ, അപ്പൊ ഭക്ഷണ ആവശ്യത്തിനായി മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങളാണ് ആട്, ചെമ്മരിയാട് എന്നിവ. പാറയിൽ മരം ഉരച്ചുകൊണ്ടും കല്ലുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ടും ആണ് ആദ്യ മനുഷ്യൻ തീ ഉണ്ടാക്കിയിരുന്നത്. ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എങ്ങനെയൊക്കെയാണ്? പാറയിൽ മരം ഉരച്ചുകൊണ്ടും അതുപോലെ തന്നെ കല്ലുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ടുമാണ് ആദിമ മനുഷ്യൻ തീ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുള്ളൂ കേട്ടോ. അതൊക്കെ നമ്മൾ കേട്ട് പഴകിയ കുറെ കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സാധനങ്ങൾ ഞാൻ പറയാം. ഓക്കെ, മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ. എന്തൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകൾ. ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ. ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്തുമുളക്കും എന്ന് മനസ്സിലാക്കിയതോടെയാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചത്. എന്താണ്? ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്തുമുളക്കും എന്ന് മനസ്സിലാക്കിയതോടെയാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചത്. ഓക്കെ, മനുഷ്യന്റെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയൊക്കെയാണ് ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ. എന്തൊക്കെയാണ്? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. ഓക്കെ, അടുത്ത പോയിന്റ്, നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് നദീതടങ്ങളിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്? നോക്കാം. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായതിനാലാണ് മനുഷ്യർ നദീതടങ്ങളിൽ കൃഷി ആരംഭിച്ചത്. അതിനാൽ മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരതാമസം ആരംഭിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപം തന്നെ സ്ഥിര താമസം ആരംഭിക്കുകയും ചെയ്തു. അതെന്തിനാണ്? ഇതൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചോ. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായതിനാലാണ് മനുഷ്യർ നദീതടങ്ങളിൽ കൃഷി ആരംഭിച്ചത്. എന്തുകൊണ്ടാണ്?
കൃഷിക്ക് ആവശ്യമായ ജലവും, ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും വരും, അപ്പൊ ജസ്റ്റ് പഠിച്ചു വെച്ചോ. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായതിനാലാണ് മനുഷ്യർ നദീതടങ്ങളിൽ കൃഷി ആരംഭിച്ചത്. അതിനാൽ മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിര താമസം ആരംഭിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് മനുഷ്യർ സ്ഥിരവാസം ആക്കിയത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഓക്കെ, വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. പിന്നെ ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, കാരണം ഭക്ഷണത്തിന്റെ അടുത്ത് തന്നെ നമ്മൾ ഉണ്ടല്ലോ, അപ്പൊ ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. പിന്നെന്താണ്? ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. ഓക്കെ, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഇതിന്റെ അടുത്ത് തന്നെ ആകുമ്പോൾ നമുക്ക് എന്താ, കൂടുതൽ വിശ്രമിക്കാനുള്ള സമയം കിട്ടും. അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന ഒരു സമയം, പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമയമൊക്കെ പോകുമ്പോൾ ഈ സമയമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഈ സമയത്തൊക്കെ കൃഷിയിടങ്ങൾക്ക് അടുത്ത് തന്നെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ സമയത്തൊക്കെ നമുക്ക് വിശ്രമിക്കാം. അപ്പൊ എന്തൊക്കെ പോയിന്റാണ്? കൃഷിയിടങ്ങൾക്ക് സമീപത്ത് മനുഷ്യർ സ്ഥിരവാസമാക്കിയത് കൊണ്ടുള്ള നേട്ടങ്ങളാണ്: കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, കൂടുതൽ വിശ്രമ സമയം ലഭിച്ചു. ഓക്കെ, ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കി ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ. ഓക്കെ, എന്തൊക്കെയാണ്? മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ. എന്തൊക്കെയാണ്? മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ എന്നിവയാണ് ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കി ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കാനായി ഉപയോഗിച്ചു വന്നിരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ മൺപാത്രങ്ങൾ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചതാണ് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ്. എന്താണ്? കളിമണ്ണ് കുഴച്ചു കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ മൺപാത്രങ്ങൾ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചതാണ് മനുഷ്യ ചരിത്രത്തിലെ പ്രധാനമായ ഒരു വഴിത്തിരിവ്. ഓക്കെ, ഇഷ്ടിക കൊണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപുര ഏത് നദീതട സംസ്കാരത്തിന്റെ പ്രത്യേകതയായിരുന്നു? ഏതാണ്? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നു. എന്താണ്? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. എന്താണ്? ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപുര ഏത് നദീതട സംസ്കാരത്തിന്റെ പ്രത്യേകതയായിരുന്നു എന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോ. സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. എന്താണ് പ്രത്യേകത? ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപുര, ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപുര ഏത് നദീതട സംസ്കാരത്തിന്റെ പ്രത്യേകതയായിരുന്നു എന്ന് ചോദിച്ചാൽ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. പഠിച്ചല്ലോ, ഏതാണ്? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. എന്തായിരുന്നു പ്രത്യേകത? ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപുര ഏതിന്റെ പ്രത്യേകതയാണ്? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപുര. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാൾട്ടർ സമ്പ്രദായം. അടുത്ത ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ഈ പോയിന്റുകളൊക്കെ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയാലും ഓർത്തിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് നോർമലി അറിയുന്ന കാര്യങ്ങളാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതൊന്നും അതുപോലെയല്ല, പഠിച്ചു വെക്കണം. ഓക്കെ, സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം, അതുപോലെ തന്നെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാൾട്ടർ സമ്പ്രദായം. ബാൾട്ടർ സമ്പ്രദായം എന്താണ് പറയുക? ബാൾട്ടർ സമ്പ്രദായം. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ബാൾട്ടർ സമ്പ്രദായം. ഇന്ത്യയുമായി വ്യാപാര ബന്ധം ഉണ്ടാക്കിയിരുന്ന വിദേശികൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വിദേശികൾ ഏതാണ്? റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? ആദ്യം ഇന്ത്യയിൽ വന്ന വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ, വിദേശികൾ ആര് എന്ന് ചോദ്യം വന്നാൽ അത് അറബികളാണ്. കൺഫ്യൂഷൻ വരരുത്, ചോദ്യം വരും. ആദ്യം എത്തിയ യൂറോപ്യന്മാർ ആര് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അത് പോർച്ചുഗീസുകാരാണ്, അല്ലെ? ആദ്യം എത്തിയത് വാസ്കോഡ ഗാമയാണ്. അത് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാണ്ട്. പക്ഷേ നമ്മളോട് ചോദിക്കുന്നത് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അറബികളാണ്. ശ്രദ്ധിക്കണം, അറബികളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാണ്ട് യൂറോപ്യന്മാരുടെ കാലഗണനാക്രമം, അതായത് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ കാലഗണനാക്രമം ചോദിച്ച ആദ്യം ആരാണ് എത്തിയത്? പോർച്ചുഗീസുകാരാണ്, അല്ലെ? രണ്ടാമത് എത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. പിന്നെ ആരാണ്? ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാരാണ്. അതിന് നമുക്കൊരു കോഡ് ഉണ്ടല്ലോ, എന്താണ്? പോഡ ബി ഫ്രൈ. ഓക്കെ, ഈ കോഡൊന്ന് ഓർത്തു വെച്ചാൽ മതി. പോ ഡ ബി ഫ്രൈ. ഈ കോഡ് ഓർത്ത് എന്തൊക്കെ കിട്ടും?
എന്താണ് പോർച്ചുഗീസുകാരാണ് ആദ്യം ഇന്ത്യയിലെത്തിയ യൂറോപ്യർ. പിന്നെ എന്താണ് ഡച്ചുകാർ, ബി ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ബി ഫ്രൈ എന്ന് ഓർത്താൽ എന്ത് കിട്ടും? പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്. അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ യൂറോപ്യർ ആര് എന്ന് ചോദിച്ചാലാണ് പോർച്ചുഗീസുകാർ. യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാസ്കോഡഗാമയാണ്. ഓക്കെ, വാസ്കോഡഗാമ. അപ്പൊ കടൽ മാർഗം അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദ്യം വരികയാണെങ്കിൽ അത് അറബികളാണ്. അറബികൾ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളും ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരുമാണ്. അപ്പൊ ഇന്ത്യയുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന വിദേശികളാണ് റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവർ. ഓക്കെ, ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണ്? കുരുമുളക്, ഏലം. ഈ കുരുമുളക് എന്താണ്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് അല്ലെ? കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവയാണ് പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ. ഒന്നുകൂടെ ഓർത്തു വെച്ചോ. കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവയാണ് പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ. അപ്പൊ ഇതൊക്കെ ഒന്നുകൂടെ നോക്കിക്കോ. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരുന്ന ധാന്യപ്പുര ഏത് നദീതട സംസ്കാരത്തിന്റെ പ്രത്യേകതയായിരുന്നു എന്ന് ചോദിച്ചാൽ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, അതിനി മറക്കരുത്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്. ഓക്കെ, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാൾട്ടർ സമ്പ്രദായം. ഇത് പഠിച്ചു വെച്ചോ. ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാൾട്ടർ സമ്പ്രദായം. പിന്നെ ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. ഇന്ത്യയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന വിദേശികളാണ് റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു തന്നു. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ഒരുപക്ഷെ ചോദ്യം വരികയാണെങ്കിൽ അത് അറബികളും, ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആര് എന്ന് ചോദ്യം വരികയാണെങ്കിൽ ചോദ്യം വന്നാൽ അത് പോർച്ചുഗീസുകാരുമാണ്. ഇത്ര കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയി. ആദ്യം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വാസ്കോഡഗാമയാണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇവിടെ ഉണ്ട്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത് എന്ന് ചോദിച്ചാൽ അത് കുരുമുളകാണ്. കറുത്ത പൊന്നാണ് കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം ഏതാണ്? പേരക്കയാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലമാണ് പേരക്ക. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലമാണ് പേരക്ക. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? കുരുമുളകാണ്. ഓക്കെ, കുരുമുളക് പഠിച്ചു വെച്ചോ. കുരുമുളകാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പേരക്ക. അപ്പൊ കറുത്ത പൊന്ന് ഏതാന്ന് ചോദിച്ചാൽ കുരുമുളകും, ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം ഏതാന്ന് ചോദിച്ചാൽ പേരക്കയുമാണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആയി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഒന്നുകൂടെ പഠിച്ചോ. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാന്ന് ചോദിച്ചാൽ കുരുമുളകും, ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഇത് ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലമാണ് പേരക്ക. ഓക്കെ, ഇത് നമുക്ക് വാസ്കോഡഗാമയുമായി ബന്ധപ്പെട്ടുള്ളത് പഠിക്കാം. നമ്മൾ പറഞ്ഞിരുന്നു കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? വാസ്കോഡഗാമയാണ്. യൂറോപ്യർ എന്ന് ചോദിച്ചാലായിരുന്നു നമുക്ക് പോർച്ചുഗീസുകാരെ പറയാനുള്ളത്. അപ്പൊ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ. 1497 ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട വാസ്കോഡഗാമ 1498 മെയ് 20-നാണ് കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. അപ്പോൾ 1497-ലാണ് ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് വർഷങ്ങൾ പഠിക്കാണ്ട്. ഇതിൽ തന്ന വർഷങ്ങളുണ്ട്, തരാത്ത കുറച്ച് വർഷങ്ങൾ ഞാനും പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ 1497 ശ്രദ്ധിക്കണം. 1497-ലാണ് അവിടെ നിന്നും യാത്ര തിരിച്ചത്. ഇവിടെ എത്തിയ ഡേറ്റ് ചിലപ്പോൾ പലർക്കും അറിയാം. 1498 മെയ് 20-നാണ്. പലതവണ കേട്ടിട്ടുള്ള കാര്യമാണ്. 1498 മെയ് 20-നാണ് വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. എന്നാൽ അവിടെ നിന്നും പുറപ്പെട്ട വർഷം ചോദിച്ചാൽ അത് 1497-ആണ്. 1498 ഓപ്ഷൻ ഉണ്ടാവും, അതല്ല 1497-ലാണ് അവിടെ നിന്നും യാത്ര തിരിച്ചത്. നമുക്കറിയാം ആ സമയത്ത് ഒരുപാട് യൂറോപ്യന്മാർ ശ്രമിച്ചതാണ്. എന്തിന്? കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു മാർഗം കണ്ടെത്താൻ, ഇന്ത്യയിലേക്കുള്ള ഒരു വഴി കണ്ടെത്താൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചതാണ്. പലർക്കും സാധിച്ചിട്ടില്ല. അതിനുശേഷമാണ് ആദ്യമായി വാസ്കോഡഗാമ വന്ന് കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഈ വഴി കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അതിന് ചില്ലറ സമയമൊന്നും പോരാ. 1-2 മാസം എടുത്തിട്ടൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒരു വർഷം അദ്ദേഹം അതിനായിട്ട് മാത്രം എടുത്തു എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1497 അവിടെ നിന്നും പുറപ്പെട്ട വാസ്കോഡഗാമ 1498-ലാണ് ഇവിടെ എത്തിയത് എന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് അത് മതിയാവും. ഓക്കെ, അപ്പൊ 1497-ലാണ് ലിസ്ബണിൽ നിന്നും വാസ്കോഡഗാമ പുറപ്പെട്ടത്. 1498 മെയ് 20 ഡേറ്റ് പഠിച്ചോ. 1498 മെയ് 20-ന് കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി. ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് ഇതിൽ ഇല്ലാത്തത് പറഞ്ഞുതരാം. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് അഥവാ ചോദിക്കുകയാണെങ്കിൽ അത് സെന്റ് ഗബ്രിയേൽ ആണ്. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ.
സെന്റ് ഗബ്രിയേൽ. ഓക്കെ, ഇത് വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലാണ്. പക്ഷേ ചോദ്യം വരും, വാസ്കോഡഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകൾ ഏതാന്ന് ചോദിച്ചാൽ സെന്റ് റാഫേൽ ദി ബെറിയോ എന്നിവയാണ്. ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോഡഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകൾ. അപ്പോൾ വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമയെ പിന്തുണച്ച 2 കപ്പലുകളാണ് സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ ആണ്. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ്? മാനുവൽ രാജാവാണ്, അഥവാ ഡോം മാനുവൽ. മാനുവൽ രാജാവാണ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. അല്ലേ? ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. ഇദ്ദേഹമാണ് വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ, ഇവിടെയുള്ള പോയിന്റ് ഒന്നല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് മാനുവൽ രാജാവാണ്. വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് സർദാർ KM പണിക്കരാണ്. അപ്പോൾ വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരും വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവുമാണ്. മാനുവൽ രാജാവ്. അപ്പോൾ വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാന്ന് ചോദിച്ചാൽ ഡോം മാനുവൽ അല്ലെങ്കിൽ മാനുവൽ രാജാവാണ്. വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ, ഇത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, അൽവാരോ വെൻഹോവ് ആണ്. ഓക്കെ, അൽവാരോ വെൻഹോവ് ആണ് വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ആരാണ്? അൽവാരോ വെൻഹോവ് ആണ്. 1498 നവംബറിൽ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് 1499 ലിസ്ബണിൽ തിരിച്ചെത്തി. അപ്പൊ 1498 നവംബറിന് അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. കണ്ണൂരിൽ നിന്നുമാണ് തിരിച്ചു പോയത്. അതൊരു പോയിന്റ് ആണ്. ഓക്കെ, കണ്ണൂരിൽ നിന്നുമാണ് അദ്ദേഹം തിരിച്ചു പോയത്. കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട വാസ്കോഡഗാമ 1499 ലിസ്ബണിൽ എത്തിയത്. അപ്പൊ 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വാസ്കോഡഗാമ എപ്പോഴാണ് പിന്നീട് തിരിച്ച് ലിസ്ബണിലേക്ക് എത്തിയത് എന്നൊരു ചോദ്യം വന്ന 1498 ആദ്യം തന്നെ ഓപ്ഷനിൽ ഉണ്ടാവും, പോയി കറുപ്പിക്കരുത്. അത് കേരളത്തിലെത്തിയ വർഷമാണ് 1498. ലിസ്ബണിലേക്ക് തിരിച്ചെത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1499. അപ്പൊ 1497 അവിടെ നിന്നും യാത്ര തിരിക്കുന്നു. 1498 നമ്മുടെ കേരളത്തിലെത്തുന്നു. അതിനുശേഷം 1498 നവംബറിൽ അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും 1499 അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ലാഭം എത്രയാണെന്ന് ചോദ്യം വരും. യാത്രക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ്. 60 ഇരട്ടിയാണ് കേട്ടോ, ശതമാനമല്ല. ചിലപ്പോൾ ഓപ്ഷനിൽ 60% തന്നാൽ അത് പോയി കറുപ്പിക്കരുത്. 60 ഇരട്ടി ലാഭമാണ്. 60 ഇരട്ടി ലാഭം. ഓക്കെ, 60 ഇരട്ടി ലാഭം. യാത്രക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിച്ചപ്പോൾ ലഭിച്ചത്. അപ്പോൾ വാസ്കോഡഗാമക്ക് ആദ്യ കേരള സന്ദർശനത്തിന് അല്ലെങ്കിൽ ആദ്യ ഇന്ത്യ സന്ദർശനത്തിൽ വാസ്കോഡഗാമക്ക് ലഭിച്ച ലാഭം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 60 ഇരട്ടിയാണ്. 60 ഇരട്ടിയാണ്. 60 ഇരട്ടിയാണ്. ഓക്കെ, 60 ഇരട്ടി ലാഭവുമായിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. 60 ഇരട്ടി ലാഭവുമായിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. ഓക്കെ, വാസ്കോഡഗാമ ഒരു തവണയല്ല കേരളം സന്ദർശിച്ചത്. എപ്പോഴൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ പഠിച്ചു 1498 മെയ് 20 അദ്ദേഹം കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു വർഷം നമുക്ക് കിട്ടി. ഇനി വാസ്കോഡഗാമയുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ നമുക്ക് നോക്കിപ്പോയാലോ? ആദ്യം നമ്മൾ പറഞ്ഞു 1497 അദ്ദേഹം ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു. അതായത് 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വാസ്കോഡഗാമ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി. അതിനുശേഷം 1499 ലിസ്ബണിലേക്ക് തിരിച്ചെത്തി. എത്രയാണ് ലാഭം? 60 ഇരട്ടി ലാഭവുമായിട്ട് 1499 അദ്ദേഹം ലിസ്ബണിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷം വാസ്കോഡഗാമ രണ്ടാമതായിട്ട് കേരളത്തിലെത്തിയത് എപ്പോഴാണെന്ന് ചോദ്യം വന്ന 1502 ആണ്. വാസ്കോഡഗാമ രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷമാണ് 1502. അപ്പൊ ഇവിടെ തന്നെ ഉത്തരണ്ട്, രണ്ടാമതായിട്ടാണ്. അപ്പൊ 1502 ആണ്. ഓക്കെ, 1502 രണ്ടാമതായി കേരളം സന്ദർശിച്ചത് 1502. മൂന്നാമതായി വാസ്കോഡഗാമ കേരളം സന്ദർശിച്ച വർഷം 1524. 1524 വാസ്കോഡഗാമ മൂന്നാമതായി കേരളം സന്ദർശിച്ചത്. വാസ്കോഡഗാമ 3 തവണയാണ് കേരളം സന്ദർശിച്ചത്. 1498, 1502, 1524. അതിൽ 1524 ഡിസംബർ 24 വാസ്കോഡഗാമ അന്തരിച്ചത്. ഓക്കെ,
1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. എവിടെ വെച്ചിട്ടാണ് അന്തരിച്ചത്? കൊച്ചിയിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വെച്ചിട്ടാണ് അന്തരിച്ചത്. എന്നാൽ അദ്ദേഹത്തെ അടക്കം ചെയ്തത് എവിടെയെന്ന് വെച്ചാൽ കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. അപ്പോൾ വാസ്കോഡ ഗാമ അന്തരിച്ചത് എവിടെ വെച്ചാന്ന് വെച്ചാൽ പോർച്ചുഗൽ, ലിസ്ബൺ, കേരളം എന്നൊക്കെ ഓപ്ഷൻ തന്നാൽ കേരളമാണ് നമ്മുടെ ഉത്തരം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരും. വാസ്കോഡ ഗാമ തിരിച്ചു പോകുമ്പോൾ ലിസ്ബണിൽ വെച്ചാണ് അന്തരിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തെറ്റാണ്. വാസ്കോഡ ഗാമ മൂന്നാമത്തെ കേരള സന്ദർശനത്തിൽ, അത് മൂന്നാമത്തെയാണ്, സ്റ്റേറ്റ്മെന്റ് ഏത് രീതിയിലാണ് വരിക നമുക്കറിയില്ല. ചിലപ്പോൾ രണ്ടാം കേരള സന്ദർശനത്തിൽ വാസ്കോഡ ഗാമ അന്തരിച്ചു എന്ന് തരികയാണെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, മൂന്നാം കേരള സന്ദർശനം, അതായത് 1524 മൂന്നാം കേരള സന്ദർശനത്തിൽ കേരളത്തിൽ വെച്ചിട്ടാണ് വാസ്കോഡ ഗാമ അന്തരിച്ചത്. കേരളത്തിൽ വെച്ചിട്ടാണ് അന്തരിച്ചത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. പിന്നീട് 1539 ഈ വർഷം ഒന്ന് പഠിച്ചു വെച്ചോ, ഈ വർഷം കൂടെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു. 1539 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. കൊച്ചിയിൽ നിന്നും ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ കൊച്ചിയിൽ നിന്നും ലിസ്ബണിലേക്ക് കൊണ്ടുപോയ വർഷം 1539. 1539. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എവിടെയാണെന്ന് ചോദിച്ചാൽ ജെറോണിമസ് കത്തീഡ്രൽ എന്ന പള്ളിയിലാണ്. ഓക്കെ, ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രൽ എന്ന പള്ളിയിലാണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 1539 കൊണ്ടുപോയത്. ജെറോണിമസ് കത്തീഡ്രൽ എന്ന പള്ളിയിലാണ് ഇപ്പോൾ നിലവിൽ അടക്കം ചെയ്തിട്ടുള്ളത്. ആദ്യം അടക്കം ചെയ്തത് എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു. ഇത്ര കാര്യങ്ങൾ ഏകദേശം ക്ലിയർ അല്ലേ? വർഷങ്ങൾ ക്ലിയർ ആയല്ലോ. ആദ്യം ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു, അതിനുശേഷം ഇവിടെ എത്തുകയാണ്. ഇവിടെ എത്തി, പിന്നെ അതിനുശേഷം പിന്നെ തിരിച്ചുപോയി അവിടെ എത്തിയത് 1499. 1502 എന്തുണ്ടായി? രണ്ടാമതായി കേരളത്തിലെത്തി. 1524 മൂന്നാമതും കേരളം സന്ദർശിച്ചു. 1524 ഡിസംബർ 24 കേരളത്തിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിൽ അടക്കം ചെയ്തു. അതിനുശേഷം 1539 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ജെറോണിമസ് കത്തീഡ്രൽ. ഏതാണ്? ജെറോണിമസ് കത്തീഡ്രൽ ആണ്. അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. ഓക്കെ, ഹായ്. ദിവസവും ഒരു 20-25 മിനിറ്റ് മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്കും ഒരു സർക്കാർ ജോലി നേടാനാകും. PSC ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ പുതിയൊരു വാട്സപ്പ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലിക്കിടയിൽ പഠിക്കുന്ന ആളുകളെയും എല്ലാമാണ് നമ്മുടെ ഈ ബാച്ച് ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ആളുകൾക്ക് എന്തായാലും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്മാർട്ട് വർക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 20-25 മിനിറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് എടുക്കുന്ന ടോപ്പിക്കുകളുടെ മോക്ക് ടെസ്റ്റ് അന്ന് തന്നെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് റിവിഷൻ എക്സാം നടക്കുന്നതാണ്. എല്ലാ മാസവും നിങ്ങൾക്കായുള്ള മീറ്റിങ്ങുകളും സംഘടിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, സ്ട്രെസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ എക്സാം ടിപ്സ് എല്ലാം നമ്മുടെ ഈ ബാച്ചിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ പേഴ്സണൽ മെന്റർഷിപ്പും ഇവിടെ ലഭ്യമാണ്. നമ്മളുടെ ഈ ബാച്ച് മെയിനായും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷകളായ കമ്പനി ബോർഡ് LGS, VFA, അതുപോലെ തന്നെ ബെവ്കോ LDC പോലുള്ള എക്സാമുകൾക്കാണ്. ഓഗസ്റ്റ് 10 നമ്മുടെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾക്കൊരു ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പേയ്മെന്റ് ചെയ്ത ശേഷം അതേ നമ്പറിൽ തന്നെ വാട്സപ്പിൽ അതിന്റെ സ്ക്രീൻഷോട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും എനിക്ക് ഷെയർ ചെയ്യേണ്ടതാണ്. എല്ലാ മാസവും നിങ്ങൾക്ക് 150 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 150 രൂപയും, അതുപോലെ തന്നെ 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 100 രൂപയും, 21-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 50 രൂപയുമാണ് നമ്മുടെ ജോയിനിങ് ഫീസ് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. കാർഷിക വിളകൾ, ശാസ്ത്രീയ നാമം, ജന്മദേശം, ഇന്ത്യയിലെത്തിച്ച വിദേശികൾ. ഇതിൽ ഒരു പോയിന്റ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. നമ്മൾ ഈ പഠിക്കുന്ന ഈ കാർഷിക വിളകളൊക്കെ ഇന്ത്യയിൽ എത്തിച്ചത് ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ അവിടെ ഫിക്സ് ആയി. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം പേരക്ക. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന എന്താണ്? പേരക്കയാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലമാണ് പേരക്ക. നമ്മളിത് എപ്പോൾ പഠിച്ചോളൂ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലമാണ് പേരക്ക. എന്താണ് അതിന്റെ ശാസ്ത്രീയ നാമം? സൈഡിയം ഗുജാവ. അതെങ്ങനെ ഓർത്തു വെക്കാം? സൈഡിയം ഗുജാവ. നമ്മൾ പേരക്കൊക്കെ എന്താ പറയുക? പേരക്കയുടെ മുട്ടായൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെന്താ പറയാ? ഗുവ അല്ലേ? ആ മുട്ടായിക്ക് ഗുവ എന്നൊക്കെ പറയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഗുവ. പേരക്കൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് ഓർത്താൽ മതി. മിഠായി ഒന്ന് ഓർത്തു വെക്കാൻ നിൽക്കണ്ട. ഈ പേരക്കൊക്കെ ഇംഗ്ലീഷിൽ എന്ത് പറയുന്നു ഓർത്തു വെച്ചാൽ നമുക്ക് കിട്ടും ഗുവ. ഓക്കെ, ഗുവ. അപ്പൊ അത് വെച്ചിട്ട് ഗുജാവനെ കണക്ട് ചെയ്യാം. ഓക്കെ, സൈഡിയം ഗുജാവ എന്നതാണ് എന്തിന്റെ ശാസ്ത്രീയ നാമം? പേരക്കയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സൈഡിയം ഗുജാവ. എന്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. പേരക്കയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സൈഡിയം ഗുജാവ. പേരക്കയുടെ ശാസ്ത്രീയ നാമം സൈഡിയം
ഗുജാവ. കിട്ടിയല്ലോ, പേരക്കയുടെ ശാസ്ത്രീയ നാമമാണ് സൈഡിയം ഗുജാവ. ജന്മദേശം, പേരക്കയുടെ ജന്മദേശം ചോദിച്ചാൽ അത് മെക്സിക്കോയാണ്. പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ. പേരക്കയുടെ ജന്മദേശം മെക്സിക്കോയാണ്. ഇന്ത്യയിലെത്തിയ വിദേശികൾ നമ്മൾ പറഞ്ഞു, ഇതിൽ പഠിക്കുന്നത് മൊത്തം ഇന്ത്യയിലെത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ അത് ഇനി നോക്കേണ്ട കാര്യമില്ല, അത് ഫിക്സ് ആക്കി വെച്ചോ. ഓക്കെ, ഇനി അടുത്തത് പപ്പായ. ഈ പേരക്കയുടെ ശാസ്ത്രീയ നാമം ഒരു വട്ടം കൂടെ ഒന്ന് പറയൂ. സൈഡിയം ഗുജാവ എന്നതാണ് പേരക്കയുടെ ശാസ്ത്രീയ നാമം. സൈഡിയം ഗുജാവ എന്നതാണ് പേരക്കയുടെ ശാസ്ത്രീയ നാമം. അത് കറക്റ്റ് ആയല്ലോ, സൈഡിയം ഗുജാവ എന്നതാണ് പേരക്കയുടെ ശാസ്ത്രീയ നാമം. അടുത്തത് പപ്പായ. കരിക്ക പപ്പായ എന്നതാണ് എന്തിന്റെ ശാസ്ത്രീയ നാമം? പപ്പായയുടെ ശാസ്ത്രീയ നാമം. പപ്പായയുടെ ശാസ്ത്രീയ നാമം അതിൽ തന്നെ ഉണ്ട്, കരിക്ക പപ്പായ. ഓക്കെ, കരിക്ക പപ്പായ എന്നതാണ് പപ്പായയുടെ ശാസ്ത്രീയ നാമം. പപ്പായ അവിടെ ഉണ്ട്, നമ്മൾ കരിക്ക കൂടി പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, കരിക്ക പപ്പായ എന്നതാണ് പപ്പായയുടെ ശാസ്ത്രീയ നാമം. പപ്പായയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കരിക്ക പപ്പായ. പപ്പായയുടെ ശാസ്ത്രീയ നാമം കരിക്ക പപ്പായ. പപ്പായയുടെ ജന്മദേശം ചോദിച്ചാൽ മെക്സിക്കോയാണ് പപ്പായയുടെ ജന്മദേശം. പപ്പായയുടെ ജന്മദേശം മെക്സിക്കോ. അപ്പൊ രണ്ടെണ്ണത്തിന്റെയും പേരക്ക പപ്പായ എന്നിവ മെക്സിക്കോ ആണ്. പേരക്ക പപ്പായ മെക്സിക്കോ, ജന്മദേശം മെക്സിക്കോ, ഇന്ത്യയിലെത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ കരിക്ക പപ്പായ എന്നതാണ് പപ്പായയുടെ ശാസ്ത്രീയ നാമം. അടുത്തത് കൈതച്ചക്ക. എന്താണ് കൈതച്ചക്കയുടെ ശാസ്ത്രീയ നാമം? അനനാസ് കോമോസസ്. എന്താണ്? അനനാസ് കോമോസസ് എന്നതാണ് എന്തിന്റെ? കൈതച്ചക്കയുടെ ശാസ്ത്രീയ നാമം. അനനാസ് കോമോസസ്. എവിടെയാണ് ജന്മദേശം? ബ്രസീലാണ്. ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിൽ എത്തിച്ചത് നമ്മൾ പഠിച്ചിരുന്നു പോർച്ചുഗീസുകാരാണ്. അപ്പോൾ കൈതച്ചക്ക എവിടെയാണ്? ജന്മദേശം ബ്രസീലാണ്. ബാക്കി രണ്ടെണ്ണം പേരക്ക പപ്പായ എന്നിവ മെക്സിക്കോയിലാണ് അല്ലെ, ജന്മദേശം മെക്സിക്കോയിലും കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലുമാണ്. അനനാസ് കോമോസസ് എന്നതാണ് കൈതച്ചക്കയുടെ ശാസ്ത്രീയ നാമം. കൈതച്ചക്ക അനനാസ് കോമോസസ്. അനനാസ് കോമോസസ് എന്നതാണ് കൈതച്ചക്ക. അപ്പൊ ഇത് രണ്ടും ഒപ്പം പറഞ്ഞാൽ മതി, കൈതച്ചക്ക അനനാസ് കോമോസസ്, കൈതച്ചക്ക അനനാസ് കോമോസസ്. അപ്പൊ ഈ സാധനം രണ്ടും കൂടെ ഒപ്പം നമ്മുടെ മൈൻഡിൽ കയറി ഇരിക്കുമ്പോൾ പിന്നെ നമ്മുടെ ബ്രെയിൻ പാലസ് ഈ സാധനം വരുമ്പോൾ തന്നിട്ട് പുറത്ത് കിട്ടോളും. അപ്പൊ കുറെ തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. എന്താണ്? കൈതച്ചക്ക അനനാസ് കോമോസസ്, കൈതച്ചക്ക അനനാസ് കോമോസസ്, കൈതച്ചക്ക അനനാസ് കോമോസസ്, കൈതച്ചക്ക അനനാസ് കോമോസസ്. കൈതച്ചക്കയുടെ ശാസ്ത്രീയ നാമം അനനാസ് കോമോസസ്, ജന്മദേശം ബ്രസീലുമാണ്. ഇനി കശുവണ്ടി. കശുവണ്ടിയുടെ എന്താണ്? അനാകാർഡിയം ഓക്സിഡന്റേൽ. അനാകാർഡിയം ഓക്സിഡന്റേൽ എന്നതാണ് കശുവണ്ടിയുടെ ശാസ്ത്രീയ നാമം. അതിന്റെയും ജന്മദേശം ബ്രസീലാണ്. ഓക്കെ, അപ്പൊ കൈതച്ചക്ക, കശുവണ്ടി എന്നിവ ബ്രസീലാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പാ വെച്ച് തുടങ്ങുന്ന രണ്ടെണ്ണം മെക്സിക്കോയിലാണ്. അതായത് പേരക്ക പപ്പായ എന്നിവ മെക്സിക്കോയിലാണ് പാ വെച്ച് തുടങ്ങുന്നത്, പേരക്ക പപ്പായ. കാ വെച്ച് തുടങ്ങുന്ന കൈതച്ചക്ക, കശുവണ്ടി എന്നിവ ബ്രസീലാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ. അപ്പൊ കൈതച്ചക്ക, കശുവണ്ടി എന്നിവ ബ്രസീലും പേരക്ക പപ്പായ എന്നിവ മെക്സിക്കോയിലുമാണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഓരോന്നിന്റെ ശാസ്ത്രീയ നാമം ഒരു വട്ടം കൂടെ നോക്കാം. സൈഡിയം ഗുജാവ. ഗുവ എന്നാലോചിച്ച ഗുജാവ നമുക്ക് കിട്ടണം. അപ്പൊ സൈഡിയം ഗുജാവ ഏതിന്റെയാണ്? പേരക്കയുടെ. കരിക്ക പപ്പായ, പപ്പായ തന്നെ ഉണ്ട്. അപ്പൊ കരിക്ക പപ്പായ ഏതിന്റെന്ന് ചോദിച്ചാൽ പപ്പായയുടെ ശാസ്ത്രീയ നാമം. അനനാസ് കോമോസസ് ഏതിന്റെയാണ്? കൈതച്ചക്കയുടെ ശാസ്ത്രീയ നാമവും. അനാകാർഡിയം ഓക്സിഡന്റൽ എന്നത് ഏതിന്റെയാണ്? കശുവണ്ടിയുടെ ശാസ്ത്രീയ നാമം. ഓക്കെ, കശുവണ്ടിയും കൈതച്ചക്കയും ബ്രസീലാണ് ജന്മദേശം, പപ്പായയും പേരക്കയും മെക്സിക്കോയാണ് ജന്മദേശം. എല്ലാം ഇന്ത്യയിൽ എത്തിച്ചത് ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ഇനി മരച്ചീനി മാ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ഇതും മാ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അത് വെച്ചിട്ട് ഇപ്പൊ തന്നെ കണക്ട് ചെയ്ത് വെച്ചോ. മാ വെച്ച് തുടങ്ങുന്ന എന്തോ ആണ് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നതാണ് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം. മാനിഹോട്ട് യൂട്ടിലിസിമ. മരച്ചീനി മ, മാനിഹോട്ട് യൂട്ടിലിസിമ അതും തുടങ്ങുന്നത് മ. അപ്പോ മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് യൂട്ടിലിസിമ എന്നതാണ്. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? മാനിഹോട്ട് യൂട്ടിലിസിമ. ഓക്കെ, ജന്മദേശം അമേരിക്കയാണ്. മരച്ചീനിയുടെ ജന്മദേശം അമേരിക്കയാണ്. ശാസ്ത്രീയ നാമം മാനിഹോട്ട് യൂട്ടിലിസിമ. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് യൂട്ടിലിസിമ. ഓക്കെ, മരച്ചീനി ജന്മദേശം അമേരിക്ക. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം പെറു ആണ് കേട്ടോ. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം പെറു ആണ്. എന്താ അതിന്റെ ശാസ്ത്രീയ നാമം? സോളാനും ടുബറോസം എന്നതാണ് ഏതിന്റെ? ഉരുളക്കിഴങ്ങിന്റെ ശാസ്ത്രീയ നാമം. ഏതാണ്? സോളാനും ട്യൂബറോസം എന്നതാണ് ഉരുളക്കിഴങ്ങിന്റെ ശാസ്ത്രീയ നാമം. ജന്മദേശം പെറു ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ എത്തിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഏതൊക്കെയാണ്? പേരക്ക പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്. അതിൽ പേരക്ക പപ്പായ എന്നിവയുടെ ജന്മദേശം ഏതാണ്? മെക്സിക്കോയാണ്. പേരക്ക പപ്പായ മെക്സിക്കോ, കൈതച്ചക്ക കശുവണ്ടി എന്നിവ ബ്രസീലും, മരച്ചീനി അമേരിക്കയും, ഉരുളക്കിഴങ്ങ്
ഉരുളക്കിഴങ്ങ് പെറുമാണ്. അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പേരക്ക പപ്പായ. ഇനി നിങ്ങൾ നോക്കാതെ ഒന്ന് പറയോ ഞാൻ ചോദിക്കുന്നത്? പേരക്ക പപ്പായ എവിടെ വന്നിട്ടാണ്? ഓക്കെ, പേരക്ക പപ്പായ എന്നിവയുടെ ജന്മദേശം എവിടെയാണ്? പേരക്ക പപ്പായ മെക്സിക്കോ അല്ലെ? പേരക്ക പപ്പായ മെക്സിക്കോ. പിന്നെ കൈതച്ചക്ക കശുവണ്ടി എന്നിവ എവിടെയാണ്? കൈതച്ചക്ക കശുവണ്ടി എന്നിവ എവിടെയാണ്? ബ്രസീലാണ് ജന്മദേശം ബ്രസീലാണ്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് മരച്ചീനിയുടെ ജന്മദേശം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അമേരിക്കയാണ്. മരച്ചീനിയുടെ ജന്മദേശം അമേരിക്കയും. ലാസ്റ്റ് പഠിച്ച ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം എവിടെയാണ്? പെറുമാണ്. അപ്പൊ ജന്മദേശങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ശാസ്ത്രീയ നാമങ്ങൾ ഒന്നും കൂടെ നോക്കാം. പേരക്ക സൈഡിയം ഗുജാവ. ഗുവ വെച്ച് ആലോചിക്കണം. ഗുവ അല്ലെ? ഗുവ വെച്ചിട്ട് ആലോചിച്ചാൽ സൈഡിയം ഗുജാവ കിട്ടണം. പിന്നെ പപ്പായ ഇതിൽ തന്നെ ഉള്ളത് കൊണ്ട് പപ്പായയുടെ കരിക്ക പപ്പായ എന്നതാണ് നമുക്ക് കിട്ടും. പിന്നെ അനനാസ് കോമോസസ്. ഓക്കെ, അനനാസ് കോമോസസ് കൈതച്ചക്കയുടെ അനനാസ് കോമോസസ് എന്നത് കൈതച്ചക്കയുടെ ശാസ്ത്രീയ നാമവും അനാകാർഡിയം ഓക്സിഡന്റേൽ എന്നത് കശുവണ്ടിയുടെ ശാസ്ത്രീയ നാമം. മരച്ചീനിയുടെ മാനിഹോട്ട്. മരച്ചീനിയും മാ വെച്ച് തുടങ്ങുന്നു, ഇതും മാ വെച്ച് തുടങ്ങുന്നു. അങ്ങനെ കണക്ട് ചെയ്തോ. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം. ഉരുളക്കിഴങ്ങിന്റെ സോളാനം ട്യൂബർറോസം. ഇത്ര കാര്യങ്ങൾ ഏകദേശം ക്ലിയർ അല്ലേ? ഇനി ഈ ടേബിൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാം ഫിക്സ് ആവും. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ PDF നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ PDF ആവശ്യമുള്ളവർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഓരോന്നൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഒന്ന് ക്ലിയർ ആവും. ഓക്കെ, അടുത്തത് നമ്മുടെ മിശ്രഭോജനം ആരുമായി ബന്ധപ്പെട്ടതാണ്? അറിയാലോ, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത് ആരെന്ന് ചോദ്യം വരും. സഹോദരൻ അയ്യപ്പനാണ്. ഞാൻ കഴിഞ്ഞ SCRTയുടെ ക്ലാസ്സിൽ ജസ്റ്റ് എന്തിനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, പ്രീതി ഭോജനം വാഗ്ബണാനന്ദൻ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മല്ല. എന്തായാലും ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം അപ്പൊ നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം എപ്പോഴാണ്? 1917 മെയ് 29-ലാണ്. 1917 മെയ് 29. നേരത്തെ നമ്മളൊരു മെയ് 28 പഠിച്ചു അല്ലേ? 1498 മെയ് 28 1498 മെയ് 20 നമ്മൾ പഠിച്ചു അല്ലേ? 1498 മെയ് 20 എന്താണ്? വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? 1917 മെയ് 29 സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം ചോദിച്ചാൽ 1917. എപ്പോഴാണ്? 1917 മെയ് 29-നാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം എവിടെയാണ്? ചെറായി, എറണാകുളത്തുള്ള ചെറായിലാണ്. ഓക്കെ, ചെറായിൽ വെച്ചിട്ടാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ചത് ചെറായിലാണ്. 2017 കേരള ഗവൺമെന്റ് 100ാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റം ഏതാണ്? മിശ്രഭോജനം. ആലോചിച്ചാൽ കിട്ടും. 1917 നടന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് 2017 അതിന്റെ 100ാം വാർഷികം. 2017 കേരള ഗവൺമെന്റ് 100ാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. സംഘടിപ്പിച്ച വർഷം 1917 മെയ് 29. ഓക്കെ, അത്ര കാര്യങ്ങൾ ക്ലിയർ ആണ്. മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് യഥാസ്ഥികർ സഹോദരൻ അയ്യപ്പനെ വിളിച്ചത് എന്താണ്? പുലയൻ അയ്യപ്പൻ എന്നാണ് സഹോദരൻ അയ്യപ്പനെ വിളിച്ചത്. മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് യഥാസ്ഥിതികർ സഹോദരൻ അയ്യപ്പനെ വിശേഷിപ്പിച്ചത് എന്താന്ന് ചോദിച്ചാൽ പുലയൻ അയ്യപ്പൻ എന്നതാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കണേ. 1917 മെയ് 29-നാണ് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ചത്. വിളിച്ചത് എന്നാണ്? പുലയൻ അയ്യപ്പൻ. ഓക്കെ, എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ വിലക്കുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു മിശ്രഭോജനം. പണ്ടത്തെ അറിയാലോ, നമ്മുടെ ഇവിടുത്തെ സമ്പ്രദായങ്ങളൊക്കെ അറിയായിരുന്നല്ലോ. അപ്പൊ എന്താണ്? എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അന്ന് പാടില്ല. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ വിലക്കുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു മിശ്രഭോജനം. അപ്പൊ ഇങ്ങനെ ചോദ്യം തന്നിട്ട് താഴെ പന്തി ഭോജനം ഏതിൽ തന്നാലും മിശ്രഭോജനം തന്ന അത് ഉത്തരവാണ്. ഓക്കെ, മിശ്രഭോജനം തരും.
അന്ന് കുറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, പട്ടി സദ്യ നടത്തിയിട്ടുണ്ടായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ വിലക്കുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എന്ന് ചോദ്യം വരും. താഴെ തരും പന്തി ഭോജനം, സമപന്തി ഭോജനം, പട്ടി സദ്യ, അതുപോലെ തന്നെ മിശ്ര ഭോജനം. ഏത് തന്നാലും ആരുടെ നേതൃത്വത്തിലാണ്? സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ നടന്നത് മിശ്ര ഭോജനമാണ്. പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യയാണ്. പ്രീതി ഭോജനം വാഗ്ബടാനന്ദനാണ്. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, എല്ലാം ഓർത്തു വെക്കുക. അപ്പൊ ഈ കാര്യം ക്ലിയർ ആയല്ലോ. മിശ്ര ഭോജനം എന്താന്ന് മനസ്സിലായി. ഓക്കെ, ഇനി സഹോദരൻ അയ്യപ്പന്റെ വാക്കുകൾ നോക്കാം. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ. ഇത് ആരുടെ വാക്കുകളാണ്? സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ്. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ സഹോദരൻ അയ്യപ്പന്റെ പ്രശസ്ത വാക്കുകളാണ്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. ആരുടെ വാക്കുകളാണെന്ന് ചോദ്യം വരും. സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ്. SCRT പോയിന്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്നത് സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ്. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതിദാൻ ഹിന്ദുമതം. ഇത് ആരുടെ വാക്കുകളാണ്? ഇതും സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ്. അപ്പൊ എന്തൊക്കെയാണ്? കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക, ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതിദാൻ ഹിന്ദുമതം. ഇതൊക്കെ സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ ജസ്റ്റ് ഒന്നും കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ജാതി വേണ്ട, മതം വേണ്ട എന്നൊക്കെ പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികൾ. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാടയ്യ. ഓർത്തു വെക്കുക, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മദ്യം വിഷമാണ്, ഇത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. തൈക്കാടയ്യയുടെ വാക്കുകളാണ്. ഈ വാക്കുകളാണ് ശ്രീനാരായണ ഗുരു കടം കൊണ്ടത്. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവായ തൈക്കാടയ്യയുടെ വാക്കുകളാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. ഈ വാക്കുകളാണ് ശ്രീനാരായണ ഗുരു കടം കൊണ്ടത്. അപ്പൊ ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരു കടം കൊണ്ടതെന്ന് ചോദ്യം വന്നാൽ അത് തൈക്കാടയ്യയുടെ വാക്കുകളാണ്. പിന്നെ വരും ജാതി ഒന്ന്, മതം ഒന്ന്, ഒന്ന് 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 എന്ന് പറഞ്ഞത്. ഓക്കെ, ജാതി ഒന്ന്, മതം ഒന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, മനുഷ്യർ എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. ജാതി വേണ്ട, മതം വേണ്ട എന്നൊക്കെ പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക ചൂഷണം. ഓക്കെ, കാരണങ്ങൾ പഠിച്ചോ. ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക ചൂഷണം അതിനൊരു കാരണമായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി നെൽകൃഷിക്കുണ്ടായ നാശം. ഓക്കെ, ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി നെൽകൃഷിക്കുണ്ടായ നാശവും അതിന്റെ കാരണങ്ങളിൽ ഒന്നാണ്. 1943 ബംഗാൾ ഭക്ഷ്യക്ഷാമകാലത്തെ ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി കിടന്ന് മരിച്ചു. ഓക്കെ, പട്ടിണി കിടന്ന് മരണപ്പെട്ടത് ഏകദേശം 30 ലക്ഷം പേരാണ്. 1943 ഞാൻ 1400 എന്ന് പറഞ്ഞു തുടങ്ങി. 1943 ശ്രദ്ധിക്കണേ. 1943 ബംഗാൾ ഭക്ഷ്യക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി കിടന്ന് മരണപ്പെട്ടു. ഓക്കെ, പട്ടിണി കിടന്ന് മരണപ്പെട്ടത് ഏകദേശം 30 ലക്ഷം പേരാണ്. എപ്പോഴാണ്? 1943 1400 അവിടെയാണ് കേട്ടോ. 1498 ആരാണ്? വാസ്കോ ഡ ഗാമ എത്തിയ വർഷമാണ്. അതിപ്പോഴും വായന്ന് പോയിട്ടില്ല. അപ്പോൾ നിങ്ങളും പഠിച്ചു വെച്ചോ. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. ഇവിടെ എന്താണ്? 1943 ബംഗാൾ ഭക്ഷ്യക്ഷാമം. ഓക്കെ, 1943 ബംഗാൾ ഭക്ഷ്യക്ഷാമം. കാരണങ്ങളൊന്നും കൂടെ ഓർത്തു വെച്ചോ. പിന്നെ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ നേടാൻ ആകാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. ഓക്കെ, ദാരിദ്ര്യമാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ നേടാനാകാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം.
ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാകുന്നതിന് കാരണങ്ങൾ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോട്ടോ. ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് പ്രധാനമായി യുദ്ധമാണ്. ഓക്കെ, പ്രധാനമായും ഒന്ന് യുദ്ധം, പിന്നെ ഒന്ന് തൊഴിലില്ലായ്മ. ഓക്കെ, രണ്ടാമത്തെ തൊഴിലില്ലായ്മ, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ദാരിദ്ര്യത്തിന് കാരണമാകും. സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വവും എന്തിനെ ബാധിക്കും? ദാരിദ്ര്യം ഉണ്ടാകുന്നതിനുള്ള കാരണമാകും. അപ്പൊ ഈ കാരണങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. യുദ്ധം, തൊഴിലില്ലായ്മ, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം എന്നിവ എന്തിന്റെ കാരണങ്ങളാണ്? ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാകുന്നതിന് കാരണങ്ങളാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി നമുക്കൊക്കെ അറിയാം, അത് കുടുംബശ്രീ പദ്ധതിയാണ്. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ്? 1498 മെയ് 17 ഇന്ന് മെയ് കൊണ്ടൊരു കളിയാണ് അല്ലേ? മെയ്, നേരത്തെ ഒരു നവംബർ വന്നു. എന്താണ്? വാസ്കോ ഡ ഗാമ തിരിച്ചു പോയത്, കണ്ണൂരിൽ നിന്ന് തിരിച്ചു പുറപ്പെട്ടത് നവംബറിലാണ്. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചത് മെയ് ആണ്. അപ്പോൾ മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തി. മെയ് 29 സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനം നടത്തി. ഈ ഡേറ്റുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കാട്ടോ. മെയ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഡേറ്റുകൾ മാറ്റി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ 1998 മെയ് 17 എന്ത്? കുടുംബശ്രീ ആരംഭിച്ചത്. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 മെയ് 17. കുടുംബശ്രീ ആരംഭിച്ച വർഷമാണ് 1998 മെയ് 17. അടുത്ത ചോദ്യം വരും, കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര് എന്ന് ചോദ്യം വന്നാൽ അത് AB വാജ്പേയി ആണ്. ആരാണ്? AB വാജ്പേയി. ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ്? മലപ്പുറത്തെ കോട്ടക്കുന്ന് വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് വെച്ചാണ് കുടുംബശ്രീ പദ്ധതി 1998 മെയ് 17 ആര് ഉദ്ഘാടനം ചെയ്തത്? AB വാജ്പേയി ഉദ്ഘാടനം ചെയ്തത്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2013 ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ഓക്കെ, അപ്പൊ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013 ആണ്. അതിന്റെ ഒപ്പം തന്നെ ഒരു 13 ഉണ്ടാവും, ചിലപ്പോൾ അതില്ലാതെ ഒരു ചോദ്യം വരും. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത് 2013 സെപ്റ്റംബർ 12. അടുത്തൊരു മാസം കണ്ടു, സെപ്റ്റംബർ അല്ലേ? അപ്പൊ 2013 സെപ്റ്റംബർ 12 എന്ത് വന്നത്? ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചോ. 2023 മില്ലറ്റ് ഇയർ അല്ലെ? മില്ലറ്റ് വർഷമായി ആചരിക്കുന്നത് 2023 ആണ്. മില്ലറ്റ് വർഷം. ഓക്കെ, മില്ലറ്റ് വർഷം ഓർത്തു വെച്ചോട്ടോ. മില്ലറ്റ് വർഷം 2023 ആണ്. 2023. ഇനിയും കുറച്ച് വർഷങ്ങൾ നമുക്ക് പഠിക്കാണ്ട്, നമുക്ക് പഠിക്കാം. ഈ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 2023 ആണ് ചെറുധാന്യ വർഷമായി ആചരിക്കുന്നത്. 2023 ചെറുധാന്യ വർഷം 2023. മില്ലറ്റ് വർഷം 2023. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത് 2013 സെപ്റ്റംബർ 12. ഡേറ്റ് പഠിച്ചു വെച്ചോ. 2013 സെപ്റ്റംബർ 12 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. അപ്പൊ കുടുംബശ്രീ പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1998 മെയ് 17. കുടുംബശ്രീ ആരംഭിച്ച വർഷമാണ് 1998 മെയ് 17. ഈ വർഷം മറക്കരുത്, 1998 മെയ് 17. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു. AB വാജ്പേയി ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ചാണ്? മലപ്പുറത്തെ കോട്ടക്കുന്ന് വെച്ചിട്ടാണ് AB വാജ്പേയി ഉദ്ഘാടനം നടത്തിയത്. കോട്ടക്കുന്ന്, മലപ്പുറം. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2013 ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013. അപ്പൊ 2013 സെപ്റ്റംബർ 12 നിലവിൽ വന്നത്. മില്ലറ്റ് വർഷമായി ആചരിക്കുന്നത് 2023 ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം. ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. എന്താണ്? ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ,
പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകൾ ഏതാണ്? ചെറുധാന്യങ്ങളാണ്. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ജോവർ, റാഗി, ബാർലി, ബജ്റ, തിന. ഓക്കെ, പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, ബാർലി, ബജ്റ, തിന എന്നിവയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. എന്തൊക്കെയാണ്? ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. ചെറുധാന്യം എന്ന വിഷയം മാത്രമായിട്ട് ചിലപ്പോൾ ഒരു ചോദ്യം വരും. അതായത് സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ട് ഇതൊക്കെ മാറ്റി പറയാവർക്ക്. ഓക്കെ, ഹൃദയം എന്നുള്ളതിന് തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്നൊക്കെ പല കാര്യങ്ങളും വരും. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ വായിക്കുക. സ്റ്റേറ്റ്മെന്റ് തരും. എന്താണ്? ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഇത് ഗുണകരമല്ല എന്നൊക്കെ തരികയാണെങ്കിൽ, അതായത് സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഇതിനൊക്കെ തിരിച്ചും മറിച്ചും തരും. കാരണം 2023 എന്നൊരു വർഷം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ വർഷം വെച്ചിട്ടൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കാര്യം ശ്രദ്ധിച്ച് പഠിക്കുക. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ അതിന്റെ ഉദാഹരണങ്ങൾ ജോവർ, റാഗി, ബാർലി, ബജ്റ, തിന. അപ്പോൾ ഉദാഹരണങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ മില്ലറ്റ് മാൻ ആരാണ്? ഖാദർ വാലി. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഖാദർ വാലിയും ഇന്ത്യയുടെ മില്ലറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ലഹരി ബായിയുമാണ്. ഓക്കെ, ഇന്ത്യയുടെ മില്ലറ്റ് മാൻ ഖാദർ വാലി, ഇന്ത്യയുടെ മില്ലറ്റ് വുമൺ ആരാണ്? ലഹരി ബായ്. ഖാദർ വാലി, ലഹരി ബായ്. ഈ രണ്ടു പേരും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് വർഷങ്ങൾ നോക്കാം. അന്താരാഷ്ട്ര വർഷങ്ങൾ പ്രധാനമായും നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് അന്താരാഷ്ട്ര വർഷങ്ങൾ നോക്കാം. 2004 നെല്ല് വർഷം. ഓക്കെ, 2004 നെല്ല് വർഷം. അപ്പൊ ആലോചിച്ച് നോക്ക്, 4 നെല്ല്. ഓർത്തു വെക്കാലോ, 4 നെല്ല്. 2004 നെല്ല്. അപ്പൊ 4 നെല്ല് എന്നത് ഓർത്തു വെക്കുക. 2004 നെല്ല് വർഷമാണ്. 2008 ഉരുളക്കിഴങ്ങ് വർഷമാണ്. 2008 ഉരുളക്കിഴങ്ങ് വർഷമാണ്. 2008 ഉരുളക്കിഴങ്ങ് വർഷം. 2009 പ്രകൃതിദത്ത നാരു വർഷം. പ്രകൃതിദത്ത നാരു വർഷമാണ് 2009. 2010 എന്താണ്? ജൈവ വൈവിധ്യ വർഷം. ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്നും ഇമ്പോർട്ടന്റ് ആണ്. ജൈവ വൈവിധ്യ വർഷം 2010. 2011 ഇത് തെറ്റാണ്, വെറും വർഷമല്ല. 2011 വനവർഷമാണ്. 2011 വനവർഷം. ഓക്കെ, 2011 വനവർഷം. 2011 വനവർഷം. രസതന്ത്ര വർഷമായി ആചരിക്കുന്നത് 2011 ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. രസതന്ത്ര വർഷം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2011 ആണ് കേട്ടോ. 2011 ഇതെന്താണ്? വനവർഷം. 2011 വനവർഷം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2010ഉം 2011 പഠിച്ചു വെക്കുക. 2010 ജൈവ വൈവിധ്യ വർഷവും 2011 വനവർഷവുമാണ്. 2004 നെല്ല്. 4 നെല്ല് ഓർത്തു വെക്കാലോ. അപ്പൊ നെല്ല് വർഷം 2004 ആണ്. 2008 ഉരുളക്കിഴങ്ങ് വർഷവും 2009 പ്രകൃതിദത്ത നാരു വർഷവുമാണെന്ന് നമ്മൾ പഠിച്ചു. 2014 കുടുംബ കൃഷി വർഷം. 2014 കുടുംബ കൃഷി വർഷം. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, മണ്ണ് വർഷം. ഓക്കെ, ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. 2015 എന്ത് വർഷമാണ്? മണ്ണ് വർഷമാണ്. 2015 മണ്ണ് വർഷവും 2016 പയർ വർഷവുമാണ്. പയർ 16 വെച്ച് കണക്ട് ചെയ്യുക. 16 പയർ 16. ഓക്കെ, അപ്പൊ 2016 പയർ വർഷം. ഇവിടെ 2015 മണ്ണ് വർഷം, 2014 കുടുംബ കൃഷി വർഷം. ഒരു തവണ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. 4 നെല്ല്. അപ്പൊ 2004 നെല്ല് വർഷമാണ്. ഇനി മറക്കില്ലല്ലോ, 4 നെല്ല് എന്നത് ഓർത്തു വെക്കുക. അപ്പൊ 2004 നെല്ല് വർഷം. 2008 ഉരുളക്കിഴങ്ങ് വർഷം. 2008 ഉരുളക്കിഴങ്ങ് വർഷം. 2009 പ്രകൃതിദത്ത നാര് വർഷം. 2010 ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ്, ജൈവ വൈവിധ്യ വർഷവും. 2011 വനവർഷം. 2011 വനവർഷം. 2011 വനവർഷം. അപ്പൊ അത് രണ്ടും കിട്ടി. 2014 കുടുംബ കൃഷി വർഷം. 2015 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, എന്താണ്? മണ്ണ് വർഷം. 2015 മണ്ണ് വർഷം. അടുത്ത വർഷങ്ങൾ നോക്കാം. 2016 എന്താണ്? 2016 ഞാൻ നേരത്തെ പറഞ്ഞു പയർ വർഷമാണ്. 2016 പയർ വർഷം. 6 ഇത് കണ്ടോ, 16 പയർ. അപ്പൊ വെച്ച് കണക്ട് ചെയ്യുക. 16 പയർ. ഓക്കെ, വെച്ച് കണക്ട് ചെയ്യുക. വെച്ചിട്ട് പയർ 16. ഓക്കെ, ഇതിന്റെയും വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഇനി 2020 എന്താണ്? സസ്യാരോഗ്യ വർഷം. സസ്യാരോഗ്യ വർഷമാണ് 2020.
പിന്നെ 2021 പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം. 2022 കരകൗശല മത്സ്യബന്ധന ജലകൃഷി വർഷം. ഓക്കെ, അപ്പൊ 2016 പയർ വർഷം, 2020 സസ്യാരോഗ്യ വർഷം, 2021 പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം, 2022 കരകൗശല മത്സ്യബന്ധന ജലകൃഷി വർഷം. ഓക്കെ, കരകൗശല മത്സ്യബന്ധനം ഓർത്തു വെച്ചാൽ മതി. 2022 മത്സ്യബന്ധനം എന്നത് ഓർത്തു വെക്കുക. അപ്പൊ അത് ഓപ്ഷനിൽ ഉണ്ടാവും മത്സ്യബന്ധനം. 2023 നമ്മൾ പഠിച്ചതാണ് ചെറുധാന്യ വർഷം അഥവാ മില്ലറ്റ് വർഷം. അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. 2016 ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 16 ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്. പയർ വർഷം ഞാൻ പറഞ്ഞുതരാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞുതരാം. ഒന്ന് 2004 എന്ത് വർഷമാണ് നമ്മൾ പഠിച്ചു? 4 നെല്ല് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ 2004 ക്ലിയർ ആയല്ലോ. പിന്നെ ഞാൻ ഏതാ പറഞ്ഞത്? 2004 കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് 2010 ആണ്. 2010 ജൈവ വൈവിധ്യ വർഷം. 2010 ആണ് ജൈവ വൈവിധ്യ വർഷം. 2011 വനവർഷം 2011. പിന്നെ 2015 മണ്ണ് വർഷം. 2015 മണ്ണ് വർഷം. 2016 പയർ വർഷം. 2016 പയർ, അപ്പൊ വെച്ച് കണക്ട് ചെയ്യാം. 2016 പയർ. പിന്നെ 2023 ആണ് ഏതാണ്? മില്ലറ്റ് വർഷം അഥവാ ചെറുധാന്യ വർഷം. ഇത്ര വർഷങ്ങൾ ക്ലിയർ അല്ലേ? ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞതാണ്, ക്ലിയർ ആക്കി വെക്കുക. 2004 നെല്ല്. ഓക്കെ, വാസ്കോഡഗാമയുടെ വർഷങ്ങളും ക്ലിയർ അല്ലേ? വാസ്കോഡഗാമ ഇങ്ങോട്ട് യാത്ര തിരിച്ചത് 497 ഇവിടെ എത്തിയത് 1498 മെയ് 20 മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം പഠിക്കണം. 1917 മെയ് 29 മിശ്രഭോജനം സംഘടിപ്പിച്ചത്. 100ാം വാർഷികം 2017 അല്ലേ? 2017 100ാം വാർഷികം ആചരിച്ചത്. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ, പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യ, പ്രീതി ഭോജനം നടത്തിയത് വാഗ്ബടാനന്ദൻ, സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ തന്നെ സമത്വ സമാജത്തിന്റെ സ്ഥാപകനാര്? 2 സമങ്ങളും ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം, സമത്വ സമാജം രണ്ടും വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മിശ്രഭോജനം ഇമ്പോർട്ടന്റ് ആണ്. സഹോദരൻ അയ്യപ്പൻ. അപ്പൊ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? എല്ലാം നമ്മൾ ക്ലിയർ ആക്കി പോയിട്ടില്ലേ? എല്ലാത്തിന്റെയും ജന്മദേശങ്ങളൊക്കെ ഓക്കെ അല്ലേ? കാ വെച്ച് തുടങ്ങിയ 2 ജന്മദേശം ഏതായിരുന്നു? കാ വെച്ച് തുടങ്ങിയത്. ആദ്യം പേരക്ക പപ്പായ അല്ലേ പാ വെച്ച് തുടങ്ങിയത്? അത് രണ്ടും മെക്സിക്കോ ആണ് നമ്മൾ പറഞ്ഞു. കാ വെച്ച് തുടങ്ങിയ 2 കൈതച്ചക്ക, കശുവണ്ടി ഇല്ലേ? അത് രണ്ടും എവിടെയായിരുന്നു ജന്മദേശം? അത് ബ്രസീലായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചതാണ്. മരച്ചീനിയുടെ ജന്മദേശം അമേരിക്കയാണ് നമ്മൾ പഠിച്ചു. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം പെറു ആണെന്നും നമ്മൾ പഠിച്ചു. അപ്പൊ എല്ലാ ശാസ്ത്രീയ നാമങ്ങളും എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടല്ലോ. ഒന്നുകൂടി ആ ടേബിൾ ഒന്ന് വായിച്ചു നോക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനിയും വൈകാതിരിക്കാൻ നോക്കുക. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ജോയിൻ ചെയ്ത് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. ബാച്ചിൽ വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ബാച്ചുമായി ബന്ധപ്പെട്ട് ഇനിയും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മൾ SCERTയുടെ ഇതുപോലുള്ള പാഠഭാഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർത്ത് പോവുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.